ഹായ് ഫ്രണ്ട്സ്, നമുക്ക് 7th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചതുർത്ഥ പാഠഃ പണ്ഡിത രമാബായി. 4th ചാപ്റ്റർ പണ്ഡിത രമാബായിനെ പറ്റിയുള്ളതാണ്. ഈ പണ്ഡിത രമാബായി നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു സോഷ്യൽ വെൽഫെയർ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ വുമൻസ് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പണ്ഡിത രമാബായി. അപ്പോൾ അവരെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. സ്ത്രീ ശിക്ഷാ ക്ഷേത്രേ അഗ്രകന്യ പണ്ഡിത രമാബായി 1858 തമേ ക്രിഷ്ടാബ്ദേ ജന്മ ആലപത. സ്ത്രീ ശിക്ഷാ ക്ഷേത്രേ അതായത് വുമൻസ് എഡ്യൂക്കേഷൻ, അതില് അഗ്രഗണ്യയായ പണ്ഡിത രമാബായി 1858 ക്രിഷ്ടാബ്ദേ 1858 ജനിച്ചത്. ജന്മ ആലപത. തസ്യാഹ പിത അനന്തശാസ്ത്രി ടോങ്കരെ മാതാ ച ലക്ഷ്മിബായി ആസ്ത. അവരുടെ അച്ഛൻ അനന്തശാസ്ത്രി ടോങ്കരെയും അമ്മ ലക്ഷ്മിബായി ആണ്. തസ്മിൻ കാലെ സ്ത്രീ ശിക്ഷായാഹ സ്ഥിതി ചിന്തനീയ ആസീത്. ആ ഒരു കാലത്ത് സ്ത്രീ ശിക്ഷായാഹ സ്ഥിതി, വുമൻസ് എഡ്യൂക്കേഷൻ കുറച്ച് പോസ്റ്റ് ആയിരുന്നു, അത്രയ്ക്ക് പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീണാം കൃതേ സംസ്കൃത ശിക്ഷണം പ്രായഃ പ്രചലിതം നാസ്തി. സ്ത്രീകൾക്ക് സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷനും സംസ്കൃത ശിക്ഷണം എന്ന് പറഞ്ഞ സാൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ അതിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കിന്തു ടോങ്കരെ രൂഢിബദാം ധാരണം പരിത്യജ്യ സ്വപത്നിയും സംസ്കൃതം അധ്യായത്. പക്ഷേ ടോങ്കർ അതായത് രമാബായിയുടെ അച്ഛൻ രൂഢിബദ്ധാം ധാരണം പരിത്യജ്യ, ഈ കാര്യങ്ങളൊന്നും വകവയ്ക്കാതെ സ്വപത്നിയും സംസ്കൃതം അധ്യാപയത്, അയാളുടെ പത്നി അതായത് രമാബായിയുടെ അമ്മയെ സംസ്കൃതം പഠിപ്പിച്ചു. ഏതദർത്ഥഃ സഹ സമാജസ്യ പ്രധാരണം അഭി അസഹത്. ഇതുകൊണ്ട് തന്നെ അയാള് സമാജത്തിൽ നിന്ന് കുറെ വെല്ലുവിളികൾ കേൾക്കേണ്ടി വന്നു, അതായത് കുറെ പേര് അയാളെ പുച്ഛിച്ചു. അനന്തരം രമ അഭി സ്വമാതുഹു സംസ്കൃത ശിക്ഷാം പ്രാപ്തവതി. രമാബായിയുടെ അമ്മ സാൻസ്ക്രിറ്റ് പഠിച്ചതുകൊണ്ട് തന്നെ രമാബായി അവരിൽ നിന്ന് സാൻസ്ക്രിറ്റ് പഠിച്ചെടുത്തു. കാലക്രമേണ രമയാഹ പിത വിപന്നഃ സഞ്ജാതഃ. കാലം പോകുന്നതിനനുസരിച്ചിട്ട് രമയുടെ അച്ഛൻ വിപന്നഃ ദരിദ്രനായിട്ട് മാറി. തസ്യാഹ പിതരൗ ജ്യേഷ്ഠ ഭഗിനി ച ദുർഭിക്ഷ പീഡിതാഹ ദിവംഗതാഹ. ഈ ദാരിദ്ര്യം കാരണം രമാബായിയുടെ അച്ഛനും ജ്യേഷ്ഠ സഹോദരികളും ഒക്കെ പോവർട്ടി കാരണം മരിച്ചുപോയി. തദനന്തരം രമ സ്വജ്യേഷ്ഠ ഭ്രാത സഹ പദഭ്യാം സമഗ്രം ഭാരതം അഭ്രമത്. അതിനുശേഷം രമാബായി സ്വജ്യേഷ്ഠ ഭ്രാത സ്വന്തം വല്യേട്ടന്റെ ഒപ്പം സഹ പദഭ്യാം സമഗ്രം ഭാരതം, അയാളുടെ കൂടെ ഫുൾ ഭാരതവും കാണാനായിട്ട് ഇറങ്ങി. ഭ്രമണക്രമേ സ കൊൽക്കത്താം പ്രാപ്ത. കറങ്ങുന്ന സമയത്ത് അവർ കൊൽക്കത്തയിൽ എത്തിച്ചേർന്നു. സംസ്കൃത വൈദ്യൂഷണേന സ തത്ര പണ്ഡിത സരസ്വതി ചേതി ഉപാധിഭ്യാം വിഭൂഷിത. സംസ്കൃതം പഠിച്ചതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ, കൊൽക്കത്തയിൽ എത്തിയപ്പോൾ അവിടെയുള്ള ആൾക്കാര് പണ്ഡിത എന്നും സരസ്വതി എന്നും അവരെ പറയാൻ തുടങ്ങി, അതായത് ഒരു ബഹുമാനം കൊടുക്കാൻ തുടങ്ങി. തത്രൈവ സ ബ്രഹ്മസമാജേന പ്രഭാവിത വേദധ്യാനം അകരോത്. അവിടെ എത്തിയിട്ട് ബ്രഹ്മസമാജത്തിൽ നിന്ന് വേദധ്യാനം, കുറെ വേദങ്ങളും കൂടി പഠിച്ചെടുത്തു. കൊൽക്കത്തയിൽ എത്തിയിട്ട് വേദങ്ങളൊക്കെ ബ്രഹ്മസമാജത്തിൽ നിന്ന് പഠിച്ചെടുത്തു. പശ്ചാത് സ സ്ത്രീണാം കൃതേ വേദാദീനാം ശാസ്ത്രാണാം ശിക്ഷായൈ ആന്തോളനം പ്രാരബ്ധവതി. ആന്തോളനം എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ. അപ്പോ ഇവിടെ ബ്രഹ്മസമാജത്തിൽ നിന്ന് വേദങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ അതിനൊപ്പം തന്നെ സ സ്ത്രീണാം കൃതേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, വുമൻസിന് വേണ്ടിയിട്ട് വേദാദീനാം വേദങ്ങളും ശാസ്ത്രാണാം സയൻസും അതും കൂടെ പഠിച്ചെടുത്ത് 1818 തമേ ക്രിഷ്ടാബ്ദേ സ വിപിൻ ബിഹാരി ദാസേന സഹ ബാഗിപൂർ ന്യായാലയെ വിവാഹം അകരോത്. 1818 ആ വർഷത്തില് വിപിൻ ബിഹാരി ദാസ് എന്ന് പറഞ്ഞ വ്യക്തിയോടൊപ്പം ബാഗിപൂർ എന്ന് പറഞ്ഞ കോർട്ടില് വിവാഹം കഴിച്ചു. രമാബായി വിപിൻ ബിഹാരി ദാസുമായിട്ട് 1880 ബാഗിപൂർ വെച്ചിട്ട് വിവാഹം കഴിച്ചു. സാർദ്ധക വർഷാത് അനന്തരം തസ്യാഹ പതി ദിവംഗതഃ. 1.5 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഭർത്താവ് മരിച്ചുപോയി. തദനന്തരം സാ പുത്രയ മനോരമയ സഹ ജന്മഭൂമിയും മഹാരാഷ്ട്രം പ്രത്യാഗച്ഛൻ. ഭർത്താവ് മരിച്ചതിന് ശേഷം സ്വന്തം മകളോടൊപ്പം, മനോരമ എന്നാണ് പേര്, രമാബായി സ്വന്തം മകളായ മനോരമയോടൊപ്പം മഹാരാഷ്ട്ര തിരിച്ചെത്തി, ജന്മഭൂമിയായ മഹാരാഷ്ട്രയിൽ തിരിച്ചെത്തി.
നാരീണാം സമ്മനായ ശിക്ഷായൈ ച സ്വകീയം ജീവനം അർപ്പിതവതി. അവിടെ എത്തിയിട്ട് നാരീണാം സമാനായ, നാരികൾ അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശിക്ഷായെ, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും സ്വന്തം ജീവിതം അർപ്പിച്ചു. ഹണ്ടർ ശിക്ഷ ആയോഗസ്യ സമക്ഷം നാരി ശിക്ഷാ വിഷയെ സ സമമതം പ്രസ്തുതവതി. ഹണ്ടർ ശിക്ഷ ആയോഗസ്യ, ഹണ്ടർ ശിക്ഷ എന്ന റെവല്യൂഷന് മുമ്പിൽ തന്നെ നാരി ശിക്ഷാ വിഷയെ, വുമൻസ് എഡ്യൂക്കേഷൻ അവള് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. സ്വമതം പ്രസ്തുവതി, അതായത് ബാക്കിയുള്ളവരോട് നാരി ശിക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊരു നയം വെച്ചു. സാ ഉച്ച ശിക്ഷാർത്ഥം ഇംഗ്ലണ്ട് ദേശം ഗതവതി. എന്നിട്ട് ഉച്ചശിക്ഷാർത്ഥം ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് രമാബായി ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു. തത്ര ഈസാ ഈ ധർമ്മസ്യ സ്ത്രീ വിഷയഗൈഹി ഉത്തമ വിചാരൈഹി പ്രഭാവിത ജാത. അവിടെ എത്തിയപ്പോ ഈസാ ഈ ധർമ്മസ്യ, ക്രിസ്ത്യൻസ് അവരുടെ സ്ത്രീ വിഷയഗൈഹി, സ്ത്രീകളുടെ കാര്യത്തിൽ, ക്രിസ്ത്യൻസ് സ്ത്രീകളുടെ കാര്യത്തിൽ ഉത്തമ വിചാരൈഹി നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം കണ്ടിട്ട് പ്രഭാവിത ഇൻഫ്ലുവൻസ് ആയി ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടുത്തെ ഈസായി ധർമ്മസ്യ, അതായത് ക്രിസ്ത്യൻസിന്റെ ആൾക്കാര് സ്ത്രീ വിഷയഗൈഹി, സ്ത്രീകളുടെ വിഷയത്തിൽ ഉത്തമ വിചാരൈഹി അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കണം കണ്ടിട്ട് ഈ രമാബായി ഇൻഫ്ലുവൻസ് ആയി. ഇംഗ്ലണ്ട് ദേശാത് രമാബായി അമേരിക്ക ദേശം അഗച്ഛത്. ഇംഗ്ലണ്ടിൽ നിന്ന് രമാബായി അമേരിക്കയിലേക്ക് വന്നു. തത്ര സ ഭാരതസ്യ വിധവാ സ്ത്രീണാം സഹായാർത്ഥം അർത്ഥസഞ്ചയനം അകരോത്. അവിടെ എത്തിയിട്ട് ഭാരതത്തിലെ വിധവാ സ്ത്രീണാം, വിധവയായ വിഡോസിന് വേണ്ടിയിട്ട് സഹായാർത്ഥം അർത്ഥസഞ്ചയനം അകരോത്, കുറെ കാശ് കളക്ട് ചെയ്തു. ഭാരതം പ്രത്യാഗത്യ മുംബൈ നഗരെ സ ശാരദാ സദനം അസ്ഥാപയത്. ഭാരതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് മുംബൈ നഗരത്തിൽ അവർ ശാരദാ സദനം, ഒരു ട്രസ്റ്റ് പോലെ ശാരദാ സദനം അസ്ഥാപയത്, ഒരു ട്രസ്റ്റ് പോലെ ശാരദാ സദനം എന്ന് പറഞ്ഞത് അവിടെ ബിൽഡ് ചെയ്തു. അസ്മിൻ ആശ്രമേ നിസ്സഹായാഹ സ്ത്രീയഹ നിവസന്തി സ്മ. ഈ ആശ്രമത്തിൽ, അതായത് ഈ സ്ഥലത്ത് നിസ്സഹായായ, അതായത് കാശൊന്നുമില്ലാത്ത സ്ത്രീകള് താമസിക്കാൻ തുടങ്ങി. തത്ര സ്ത്രീയഹ മുദ്രണ ടങ്കണ അഷ്ടകലാന്തീനാഞ്ച പ്രശിക്ഷണമഭി ലഭന്തേ സ്മ. അവിടെ ശാരദാ സദനത്തിൽ നിൽക്കുന്ന നിസ്സഹായായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മുദ്രണ ടങ്കണ കാഷ്ടകലാദീനാഞ്ച, മുദ്രണ ടങ്കണ അതായത് ടൈപ്പ് റൈറ്റിംഗ്, കമ്പ്യൂട്ടർ, കാഷ്ടകലാദിനാഞ്ച എന്ന് പറഞ്ഞാൽ വുഡൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കുറെ സാധനങ്ങള്, അതിനൊക്കെ പ്രശിക്ഷണം അഭിലബന്ധേസ്മ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. പരം ഇതം സദനം പൂനെ നഗരെ സ്ഥാനാന്തരിതം ജാതം. കുറച്ചു കഴിഞ്ഞ് ഈ ട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ആശ്രമം പൂനെ നഗരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തതഃ പൂനെ നഗരസ്യ സമീപേ കേൻകാവ് സ്ഥാനെ മുക്തി മിഷൻ നാമ സംസ്ഥാനം തയാ സ്ഥാപിതം. അതിനുശേഷം പൂനെ നഗരസ്യ സമീപേ, പൂനെ നഗരയുടെ അടുത്തുള്ള കേൻകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുക്തി മിഷൻ എന്ന പേരിൽ ഒരു ഏജൻസി കൂടി ഈ രമാബായി സ്ഥാപിച്ചു. അത്ര അധുന അഭി നിരാശ്രിതാഹ സ്ത്രീയാഹ സസമാനം ജീവനം യാപയന്തി. അവിടെയും രമാബായി കുറെ നിസ്സഹായായ സ്ത്രീകളെ കൊണ്ട് താമസിപ്പിച്ചു. 1922 തമേ ഖൃഷ്ടാബ്ദേ രമാബായി മഹോദയാഹ നിധനം അഭവത്. 1922 രമാബായി മരണപ്പെട്ടു. നിധനം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു. സ ദേശ വിദേശാനാം അനേകാസു ഭാഷാസു നിപുണ ആസീത്. ഈ രമാബായി നാഷണലും ഇന്റർനാഷണലും, അതായത് ഇന്ത്യയുടെയും പുറത്തെ ഭാഷകളും ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു, അതായത് ഭയങ്കരമായിട്ട് പഠിച്ചൊരു വ്യക്തിയായിരുന്നു. സമാജ സേവായാഹ അതിരിക്തം ലേഖനക്ഷേത്രേ അഭി തസ്യാഹ മഹത്വപൂർണം അവദാനം അസ്തി. സമാജ സേവായാഹ അതായത് സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ, അതുമാത്രമല്ല അതിരിക്തം എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ലേഖനക്ഷേത്രേ അതായത് റൈറ്റിംഗ് ഫീൽഡിലും ഇവര് ഭയങ്കര മഹത്വപൂർണം, നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തിയും കൂടിയായിരുന്നു. കുറെ കോൺട്രിബ്യൂഷനും ചെയ്തിട്ടുണ്ട്. മഹത്വപൂർണം അവദാനം റൈറ്റിംഗ് സെക്ഷൻ, അതിലും കുറെ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ ധർമ്മനീതി ഹായ് കാസ്റ്റ് ഹിന്ദു വിമൻ ഇതി തസ്യാഹ പ്രസിദ്ധം രചനാദ്വയം വർത്തതെ. അവരുടെ റൈറ്റിംഗ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? സ്ത്രീ ധർമ്മനീതി, അതുപോലെ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ, അവരെ പറ്റിയാണ് കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്തേക്കണേ. അപ്പൊ ഈ രമാബായി കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തൊക്കെയാണ്? സ്ത്രീ ധർമ്മനീതി, ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ, അതുപോലെ കുറെ ലാംഗ്വേജസ് അറിയാം, നാഷണൽ ആയിട്ടും ഇന്റർനാഷണൽ ആയിട്ടും ലാംഗ്വേജസ് അറിയാം. സമാജ സേവനങ്ങൾ മാത്രമല്ല,
സോഷ്യൽ വെൽഫെയർ മാത്രമല്ല കുറെ റൈറ്റിങ്സും കോൺട്രിബ്യൂട്ട് ചെയ്തു. കുറെ വിഡോസ് പിന്നെ നിസ്സഹായായ സ്ത്രീകൾക്കൊക്കെ ട്രസ്റ്റ് പോലെ ബിൽഡ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ടൈപ്പിങ്ങും അതുപോലെ കുറെ ക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. അതിനു മുന്നേ അവര് സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് സാൻസ്ക്രിറ്റ് പഠിച്ചെടുത്തു. പിന്നെ വിപിൻ ബിഹാരി ദാസ് ആയിട്ട് കല്യാണം കഴിച്ചു. അയാൾ മരണപ്പെട്ട ശേഷം സ്വന്തം മോളുടെ കൂടെ മുംബൈയിലേക്ക് തിരിച്ചു വന്നിട്ട് കുറെ ട്രസ്റ്റ് പോലത്തെ ശാരദാ സദനം പോലെ ബിൽഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് രമാബായിനെ പറ്റിയാണ്. ഒരു സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രമാബായി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഈ ചാപ്റ്റർ മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.